ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യമേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കുറേ തുണികൾ എല്ലാം കൂടി നമ്മുടെ രേവതിയുടെ മേത്തേക്ക് വലിച്ചെറിയുകയാണ്. ഇതെല്ലാം കൂടെ അലക്കി കഴിഞ്ഞിട്ട് നീ ഇനി വിശ്രമിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര അതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞത്. നമ്മുടെ രേവതി ഒന്നും മിണ്ടാതെ തന്നെ അത് തുണി അലക്കാൻ വേണ്ടി അങ്ങ് കൊണ്ടുപോയി. ചന്ദ്രയാണെങ്കിൽ നിന്നെ ഇവിടെന്ന് ഞാൻ ഇറക്കിയിട്ടേ ഉള്ളടി, നോക്കിക്കോ, ഒരു 3-4 ദിവസത്തിനകം പണി ചെയ്ത് നടു ഒടിഞ്ഞ് നീ ഈ വീട്ടിൽ നിന്ന് സച്ചിനെ വിളിച്ചുകൊണ്ട് പോകും. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കാൻ കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയാണ്. അങ്ങനെ നമ്മുടെ വർഷ ഇങ്ങനെ ഡബ് ചെയ്തോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഏതോ ഒരു സീരിയലിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെയാണ് പറയുന്നത്. അപ്പൊ അതിൽ ഐ ലവ് യു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് ഒക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കുമാണ് ഇത് എത്ര ഐ ലവ് യു സാറേ ഈ പറയണത്? ഇതിപ്പോ ഞാൻ എന്റെ കെട്ടിയനോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ ഇതിപ്പോ എത്ര ഐ ലവ് യു പറയേണ്ട ഒരു അവസ്ഥയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരികയാണ്. നമ്മുടെ വർഷേനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടോ ശ്രീകാന്ത് വരുന്നത്. അപ്പൊ അവിടെ ഇരുന്ന് സാറ് പറഞ്ഞു, അതിനിപ്പോ എന്താ വർഷം, ഇപ്പത്തെ ഇതിന്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിരിപ്പുണ്ട്, ഇപ്പം വേണമെങ്കിൽ നീ പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോ ശ്രീകാന്ത് വന്നോ എന്ന് ചോദിച്ച് പെട്ടെന്ന് ഡബ്ബൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വർഷം ഇറങ്ങി വന്ന് ശ്രീകാന്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ബാ പിന്നെ നമുക്ക് പോകാം, ഡബ്ബിങ് കഴിഞ്ഞാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ, ഡബ്ബിങ് കഴിഞ്ഞ് നമുക്ക് പോകാം ശ്രീകാന്ത് എന്ന് പറഞ്ഞ് അവർ വെളിയിലേക്ക് ഇറങ്ങുന്നു. വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ശ്രീകാന്ത് പറയാണ്, അതെ, നിനക്ക് സ്കൂട്ടി ഉണ്ടായിരുന്നപ്പോൾ വലിയ ഇല്ലായിരുന്നല്ലോ, നിനക്ക് ഇഷ്ടമുള്ളപ്പം വരാൻ പോകുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ സ്കൂട്ടി ഇല്ലാത്തോണ്ടല്ലേ നിനക്കിപ്പം എന്നെ ആശ്രയിക്കേണ്ടി വന്നതെന്ന് പറയുമ്പോൾ അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ലല്ല. ശ്രീകാന്തിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ, ഞാൻ ഇനി എപ്പോഴും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നതിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എങ്കിൽ പിന്നെ ഞാൻ സ്കൂട്ടി പോയി എടുക്കാതെ ഇങ്ങനെ വർഷ പറഞ്ഞപ്പോ സ്കൂട്ടിയൊക്കെ എടുക്കുന്ന അവിടെ ഇരിക്കട്ടെ, നമുക്കൊരു കാറ് മേടിച്ചാലോ എന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ശ്രീകാന്ത് പറയാണ്. അപ്പം വർഷയ്ക്കും ഭയങ്കര സന്തോഷം. വർഷ പറഞ്ഞു, അതിനിപ്പോ എന്താ, കാറ് മേടിക്കാൻ, നമുക്ക് ഇന്ന് തന്നെ പോയി ബുക്ക് ചെയ്യാം. വേണ്ട, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കാറ് മേടിക്കാം, ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ പോയി മേടിക്കാം. കാരണം എന്റെ അച്ഛനോട് പറഞ്ഞാൽ മതിയല്ലോ, എന്റെ അച്ഛനോട് പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ അച്ഛനെല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ കാര്യമില്ല, നമ്മൾ സമ്പാദിച്ച പൈസയും കൊണ്ട് നമ്മൾ തന്നെ മേടിക്കാം, നമുക്ക് രണ്ടുപേർക്കും ഇപ്പം ജോലി ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മേടിക്കുന്ന കാർ അത് നമ്മുടെ സ്വന്തമായിരിക്കേണ്ടത്, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിരിക്കേണ്ടത്, അപ്പൊ നമുക്ക് അങ്ങനെ മേടിക്കാന്ന് പറഞ്ഞപ്പോ അതിനെന്താ, അതിന് കുഴപ്പമില്ല, ഏതായാലും എനിക്ക് ശ്രീകാന്തിന്റെ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്, അത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദിക്കുന്ന ആ ഒരു പൈസയും കൊണ്ട് നമുക്ക് കാർ മേടിക്കാം എന്നൊക്കെ ഇവർ കാറിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞത്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, സുധിയേട്ടൻ കാർ ഷോറൂമിലാണല്ലോ നിൽക്കുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ അത് ശരി, അവിടെ ചെല്ലുവാണെങ്കിൽ നമുക്ക് കാറിനെ കുറിച്ച് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ, അപ്പം ഇപ്പൊ നമ്മളെ പറ്റിച്ച് വിടുവാണെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല, എന്തെങ്കിലും പൈസ കൂട്ടി മേടിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല കാറിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് അറിയത്തൊന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ, നമുക്ക് സുധിയേട്ടന്റെ അടുത്ത് തന്നെ പോകാം എന്നും പറഞ്ഞ് സുധിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ നമ്മുടെ സുധിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഏതായാലും സുധിയുടെ അടുത്തേക്ക് ചെല്ലുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ രേവതി കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴത്തേക്കാണ് സച്ചി പെട്ടെന്ന് രേവതി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും കിച്ചണിൽ കിടന്നൂട്ടൊക്കത്തെ പണിയാണ് നമ്മുടെ രേവതി. അപ്പൊ പെട്ടെന്ന് സച്ചി ചോദിച്ചു, ഇതുവരെ നിന്റെ പണിയൊന്നും തീരാറായില്ലേ രേവതി, നീ എപ്പോ വന്നാലും ഈ അടുക്കളയിലാണല്ലോ, നിനക്ക് ഈ അടുക്കള വിട്ട് നിനക്ക് പുറത്തേക്ക് വരാൻ അറിയത്തില്ലേ, നിനക്ക് കുറച്ച് നേരം പോയി കിടന്നുകൂടെ, നീ എന്തിനാ ഏത് നേരം ഈ അടുക്കളയിൽ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ കുറച്ച് പാത്രമോടെയൊക്കെ കഴുകി വെക്കാനുണ്ട് സച്ചേട്ടാ, അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം, സച്ചേട്ടൻ എന്താ വേണ്ടത്, എന്തെങ്കിലും വേണോ, ചൂടുവെള്ളം വേണോ, ഞാൻ ഇപ്പൊ ചൂടുവെള്ളം ഉണ്ടാക്കി തരാന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നീ ചൂടുവെള്ളം എനിക്ക് ഉണ്ടാക്കി തരണ്ട, നീ പതിയെ ചൂടുവെള്ളം എനിക്ക് ഉണ്ടാക്കി തന്നാ മതി, ഏതായാലും നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നീ ചെയ്യ്, എന്നിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി, എനിക്ക് വലിയ ധൃതിയൊന്നും ഇല്ല എന്നിങ്ങനെ പറയാണ്. കാരണം അത്രയും കൂടെ പാടാണല്ലോ നമ്മുടെ രേവതിക്ക്, അത്രയും കൂടെ സമയം പോകില്ലേ രേവതിയുടെ, അതുകൊണ്ടാണ് സച്ചി പറയുന്നത്. ഏതായാലും സച്ചി ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയി. നമ്മുടെ രേവതി ആണെങ്കിൽ അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നേരെ ഒരു വെള്ളമൊക്കെ ആയിട്ട്, ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ ആയിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് എന്നിട്ട് ഇന്നാ സച്ചിയേട്ടാന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തു. സച്ചി വെള്ളം കുടിച്ചു. അപ്പോഴത്തേക്ക് രേവതിയോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി അവിടെ ഇരുന്നു. നീ എന്തിനാ ഏത് നേരം ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ പണിയെടുക്കണത്, ഒരു പരിധിയില്ലേ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്നതിന്, അല്ല രാവിലെ കഞ്ഞിയും കറിയോ വല്ലതും വെച്ചിട്ട് നിനക്ക്
നിനക്ക് നിന്റെ കാര്യം നോക്കത്തില്ലേ, നിനക്ക് വിശ്രമിക്കത്തില്ലേ? ഇതിപ്പോ രാവിലെ മുതൽ വൈകിട്ട് വരെ അതിനകത്ത് ചെന്ന് കിടന്ന് പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഉണ്ടോ നിനക്കെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ സച്ചേട്ടാ ഞാനിന്ന് കുറച്ച് കൂടുതലായിട്ട് പണിയെടുത്തു, വേറെ ഒന്നുമല്ല, വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ സൂപ്പും അതുപോലെ തന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയും അതുപോലെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയി സാധനമൊക്കെ മേടിച്ചോണ്ട് വന്ന് അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു, അപ്പൊ അതും കൊണ്ടായിരുന്നു കുറച്ച് പണി ഓവറായി പോയത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല നിന്നോട് ആരാ പറഞ്ഞത് അവർക്ക് ചിക്കൻ സൂപ്പും മട്ടൺ സൂപ്പും ആ സൂപ്പും ഈ സൂപ്പൊക്കെ ഉണ്ടാക്കാന്? എന്താ അവർക്ക് ഉണ്ടാക്കി കുടിക്കാൻ അറിയത്തില്ലേ? നീ എന്തിനു വെറുതെ ഇങ്ങനെ അവർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതാ? ഞാൻ ഒരു കാര്യം പറയാം, അച്ഛന് വേണ്ടി എന്തെങ്കിലും നീ ചെയ്തു കൊടുക്കണം. കാരണം അച്ഛന് വയ്യാത്തതാ, അച്ഛന് വയ്യാത്തത് കൊണ്ട് തന്നെ നീ അച്ഛന്റെ കാര്യം നോക്കിയാൽ മതി, പിന്നെ എന്റെ കാര്യം. അല്ലാതെ ഇവിടെ വേറെ ആരുടെയും കാര്യം നോക്കാനേ നിന്നെ ആരും ഇവിടെ പൈസ ഒന്നും തന്ന് വേലക്കാരിയായിട്ട് നിർത്തിയേക്കുന്നൊന്നും അല്ലല്ലോ. ആണോ രേവതി? അല്ലല്ലോ. പിന്നെ എന്തിനാ നീ ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത്? അത് പിന്നെ അവരൊക്കെ ജോലി ചെയ്ത് വന്ന് ടയേർഡായിട്ടല്ലേ വരുന്നത്. അപ്പൊ പിന്നെ വീണ്ടും അവർക്ക് അടുക്കളപ്പണി ചെയ്യാന്ന് പറഞ്ഞാല് എന്താ? നിനക്ക് ടയേർഡൊന്നുമില്ലേ? നിനക്ക് ക്ഷീണവും നിനക്ക് അസ്വസ്ഥതയൊന്നും വരുന്നില്ലേ? ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ നീ കിടന്ന് ജോലി ചെയ്യുന്നതാ. എന്നാ പിന്നെ നിനക്ക് ഇത്ര മണിക്കൂർ വിശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് ആരെങ്കിലും തരുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്റെ പൊന്നു രേവതി നിന്നോടൊരു കാര്യം പറയാം, നീ നിന്റെ നാക്കും കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നീ അവിടെ ജയിക്കാൻ പോകുന്നില്ല. നീ വീണ്ടും ഈ കഴുതയെ പോലെ കിടന്ന് ഭാരം ചുമന്ന് ചുമന്ന് നടക്കേണ്ടി വരും. നിന്റെ നാക്ക് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ, നീ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രമേ അവിടെ നിനക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ വേറെ ആരും വരില്ല. ഞാൻ നിന്നെ എത്ര സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നീ നിനക്ക് വേണ്ടി ജീവിക്കണം. നീ നിന്റെ ആരോഗ്യം നോക്കിയിട്ട് പോരെ നിനക്ക് മറ്റുള്ളവരുടെ ആരോഗ്യം നോക്കേണ്ട കാര്യം? അല്ല, നീ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. നീ മട്ടൻ സൂപ്പ് ഉണ്ടാക്കി, അതുപോലെ തന്നെ നീ മീൻകറി വെച്ചു, മീൻ ഫ്രൈ ഉണ്ടാക്കി, മോരുകറി ഉണ്ടാക്കി, ആ തോരൻ വെച്ചു, ഇതൊക്കെ വെച്ചെന്ന് പറയുന്നുണ്ടോ? നിനക്ക് വേണ്ടി നീ ഇന്ന് എന്താ ഉണ്ടാക്കിയത്? അതൊന്നും ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോ രേവതി പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അല്ല, ഞാൻ പണി ചെയ്തില്ലെങ്കിൽ ഞാൻ അമ്മയുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കണം. അപ്പൊ പിന്നെ എനിക്ക് വേണ്ടി ഞാൻ പണി ചെയ്തല്ലേ പറ്റൂ. പിന്നെ ഭക്ഷണം അതും എനിക്ക് കഴിക്കണം. പിന്നെ എല്ലാ പണിയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്നൊക്കെ ഞാനും ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പം അതൊക്കെ എന്റെ കൂലിന്ന ഞാൻ കരുതുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ സച്ചിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടോ. സച്ചി പറഞ്ഞു, നീ നിർത്ത്, നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട, എനിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരും, ഞാൻ ചെന്ന് ചോദിക്കാൻ പോവാ. ഇതിന് മാത്രം നീ എന്ത് മഹാപാവമാ ചെയ്തത്? അല്ല, നീ എന്നെ കെട്ടിയതാണോ നീ ചെയ്ത പാപം? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നീ എല്ലാത്തിനും ഇങ്ങനെ തലയാട്ടി സമ്മതിക്കുന്നോണ്ടല്ലേ നിന്റെ തലയിൽ കയറി കിടന്ന് നിരങ്ങുന്നത്? അങ്ങനെ തന്നെയേ വരത്തുള്ളൂ. ഇടി കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നീ പ്രതികരിച്ചാൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും ആകാൻ പറ്റത്തുള്ളൂ. നീ ജോലി ഇല്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്നാൽ നിനക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ അടുക്കളയിൽ കിടന്ന് പണിയെടുത്ത് ഇങ്ങനെ നിന്റെ ജീവിതം അവസാനിക്കും. അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞപ്പോ രേവതി പറഞ്ഞു, സാരമില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സച്ചിയേട്ടാ, ദയവ് ഇത് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പോട്ടെ, ഞാൻ ഇവിടെ പണി ചെയ്യുക എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ഈ പണി ചെയ്യുന്നതിന് എനിക്ക് പരാതിയൊന്നുമില്ല. പിന്നെ എന്താ സച്ചേട്ടാന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ആ പ്രശ്നം അങ്ങോട്ട് ഒഴിവാക്കി അങ്ങ് വിടുകയാണ് കേട്ടോ. നമ്മുടെ സച്ചിയുടെ സ്വഭാവം രേവതിക്ക് അറിയാം, അവിടെ വലിയ പ്രശ്നമായി തീരും, ബഹളമാകും, പിന്നെ അതും രേവതിയുടെ മണ്ടയിലേക്ക് തന്നെ വീഴുമെന്ന് രേവതിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രേവതി കൂടുതലൊന്നും പറയാതെ സച്ചിനെ കൊണ്ട് വഴക്കൊന്നും ഉണ്ടാക്കിപ്പിക്കാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനെയാണ്. അപ്പൊ സുധി ഇങ്ങനെ പാർക്കിലൊക്കെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. പാർക്കിലിരുന്ന് ഓരോരോ പരിപാടികളാണ് കേട്ടോ. ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ നല്ല ഫ്രണ്ട്സ് ഒക്കെയാണ്, പക്ഷെ പൈസയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ ഇടയും കേട്ടോ. മര്യാദയ്ക്ക് എന്റെ മുതലും പലിശയൊക്കെ നീ കറക്റ്റ് ആയിട്ട് തന്നോണം എന്ന് പറയുമ്പോ അതൊക്കെ ഞാൻ തന്നോളാടാ എന്നൊക്കെ സുധി പറയുന്നുണ്ട്. പക്ഷെ ഈ പലിശയും പൈസയൊക്കെ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ഇപ്പോഴും സുധിക്ക് അറിയത്തില്ല. ഈ സമയത്ത് തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും വണ്ടി മേടിക്കണമല്ലോ. അപ്പൊ വണ്ടി മേടിക്കാൻ വേണ്ടി വണ്ടി ബുക്ക് ചെയ്യണം, അതൊക്കെ അറിയാൻ വേണ്ടി നേരെ സുധിയുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്, ഷോറൂമിലേക്ക്. അവിടെ ചെല്ലുമ്പോഴല്ലേ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്ത് നേരെ അങ്ങോട്ട് ചെന്നിട്ട് പറയാണ്, ഞാന് സുധിയുടെ അനിയനാണ്, ഞാനൊരു വണ്ടി ബുക്ക് ചെയ്യാൻ വന്നാണെന്ന് പറയുമ്പോഴത്തേക്കും ആ വരൂ, കയറി വരൂ സാർ എന്ന് പറഞ്ഞ് അവിടെ നിന്നയാള് ഒരു സ്റ്റാഫ് അവിടെ വണ്ടീനെ കുറിച്ച്, ഈ വണ്ടി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ എന്റെ ഒരു ഏട്ടൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അപ്പൊ എന്റെ ഏട്ടനെ കാണുവാണെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നല്ലോ, അപ്പൊ എനിക്ക് എന്റെ ഏട്ടനെ കാണണം എന്ന് പറയുമ്പോഴത്തേക്കും പേരെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുധിയാന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു, സുധി എന്നുള്ള ഒരാൾ ഇവിടെ ജോലി ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ. സുധി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തത്, കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ചെന്നൊന്ന് മാനേജരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയാണ് മാനേജറുടെ അടുത്തേക്ക്. അയാൾ മാനേജറെ എടുത്തിട്ട് ചെന്ന് ചോദിച്ചു, അതെ സുധി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ, അയാളുടെ അനിയനാ വന്നേക്കുന്നതെന്നാ
പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ സുധിയോ ഹേ ഇങ്ങനെ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് ആ മാനേജർ ഇയാളോട് പറഞ്ഞു വിട്ടു. ഇത് പ്രകാരം അയാൾ വന്ന ആ സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനോടും വർഷയോടും പറഞ്ഞു അയ്യോ സോറി സാറേ ഇവിടെ അങ്ങനെ ഒരാൾ ജോലി ചെയ്യുന്നില്ലെന്ന്. അപ്പൊ ഇവരെന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. നമ്മുടെ സുധിയുടെ വിചാരം എന്താ, അല്ല ശ്രീകാന്തിന്റെ വിചാരം എന്താ, സുധി അവിടെ ജോലി ചെയ്യുന്നു എന്ന് തന്നെയാണല്ലോ. അപ്പൊ എന്ത് ചെയ്ത് ഇവര് സമ്മതിക്കുന്നില്ല. ഇല്ല എന്റെ ഏട്ടൻ 6 മാസമായിട്ട് ഇവിടെ തന്നെയാ ജോലി ചെയ്യുന്നത്, നിങ്ങൾക്ക് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറയുമ്പോ ഹേയ് ഞങ്ങൾക്ക് അങ്ങനെ തെറ്റാനൊന്നും വഴിയില്ല സാറേ എന്നിങ്ങനെ പറയാം. അപ്പം വർഷ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് അങ്ങ് മാറിപ്പോയിട്ടോ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, ഏതായാലും ഇവിടെ സുധിയേട്ടൻ ഇല്ലതാനും, നമുക്കൊരു കാര്യം ചെയ്യാം, സുധിയേട്ടനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞത് കേട്ടിട്ട് ശ്രീകാന്ത് നേരെ സുധീനെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ സുധീനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുധി നോക്കിയപ്പോ ശ്രീകാന്ത് ആണല്ലോ വിളിക്കുന്നത്. എന്റെ അനിയനാട്ടോ വിളിക്കുന്നത്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു കൂട്ടുകാരന്റെ അടുത്ത് അങ്ങ് മാറിന്ന് വെച്ചാൽ ഇച്ചിരി അങ്ങ് നീങ്ങി നിന്നിട്ട് എന്താടാ ശ്രീകാന്ത് എന്ന് ചോദിച്ചപ്പോ അല്ലെ ഏട്ടൻ ഇപ്പൊ എവിടെയാ ഏട്ടാ ഉള്ളത്, ഏട്ടന് ഇപ്പം ഷോറൂമിലാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം അതെ ഞാൻ ഷോറൂമിലാണല്ലോ, എന്താടാ നീ ഈ വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ ഞാനിപ്പോ ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഷോറൂമിലുണ്ട്, ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, ഞാനൊരു വണ്ടി ബുക്ക് ചെയ്യാൻ വന്നതായിരുന്നു, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം. അപ്പൊ ഇവിടെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അങ്ങനെ ഒരാൾ ജോലി ചെയ്യുന്നില്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സുധി ഞെട്ടിപ്പോയിട്ടോ. സുധിക്ക് വേറെ എന്ത് പറയണം എന്നറിയത്തില്ല. സുധി പറഞ്ഞു അത് പിന്നെ അയാൾക്ക് തെറ്റിപ്പോയതായിരിക്കും, ഇല്ല ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ ശ്രീകാന്തെ അയാളുടെ കൈ കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ സ്റ്റാഫിന്റെ കൈ കൊടുക്കണം. അപ്പൊ ആ സ്റ്റാഫ് അവിടെ വന്നിട്ട് 2 ദിവസമോ 3 ദിവസമോ അതിൽ കൂടുതലായിട്ടില്ല കേട്ടോ. അപ്പൊ സുധി നേരെ ഫോൺ മേടിച്ചിട്ട് അതെ എന്റെ പേര് സുധി, ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, എനിക്കിപ്പോ പ്രൊമോഷൻ കിട്ടിയിട്ട് ഞാൻ വേറൊരു ബ്രാഞ്ചിൽ വന്ന് ഇപ്പൊ മാനേജറായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ കൊള്ളാലോ, നിങ്ങൾ എന്താ എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞത്, ഇത് ഞാൻ അവിടുത്തെ മാനേജരോട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ സാറേ അങ്ങനെയൊന്നും പറയല്ലേ സാറേ, സാർ ഇവിടെ ജോലി ചെയ്തായിരിക്കാം, പക്ഷെ എനിക്കറിയത്തില്ലല്ലോ, ഞാനിപ്പോ 2-3 ദിവസം ആയതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വന്നിട്ടെന്ന് പറയപ്പോ 2-3 ദിവസം ആയിട്ടുള്ളെങ്കിൽ നിന്റെ ജോലി തെറിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റടാന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഇംഗ്ലീഷ് കുറെ ഡയലോഗ്സ് ഒക്കെ അടിക്കുകയാണ് നമ്മുടെ സുധി. അങ്ങനെ ഇംഗ്ലീഷിൽ കുറെ ഡയലോഗ്സ് ഒക്കെ അടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അയാള് ആ ഒരു സ്റ്റാഫ് പേടിച്ചു പോയിട്ടോ. കാരണം അയാൾ കുറച്ച് ദിവസം ആയതേ ഉള്ളൂ അവിടെ വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് അയാൾ പറഞ്ഞു ശരി സാറേ, ഓക്കെ സാറേ, ഇത് ഒരിക്കലും പരാതി പറയരുത്, മാനേജറെ അറിയിക്കരുത്, ഞാൻ 2 ദിവസം ആയതേ ഉള്ളൂ വന്നിട്ട്, അതുകൊണ്ട് പ്ലീസ് സാറേ എന്നൊക്കെ പറഞ്ഞു, സോറി സാറേ എന്നൊക്കെ പറഞ്ഞു വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു കേട്ടോ, ശ്രീകാന്തിനോട് വർഷയോടും പറഞ്ഞു ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയതാണ്, പുള്ളിക്കാരൻ മാനേജറെ കണ്ടാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് തെറ്റിപ്പോയത്, ഞാൻ 2 ദിവസം ആയതേ ഉള്ളൂ വന്നിട്ട്, അതുകൊണ്ട് ഇത് വലിയ വിഷയമാക്കലെന്ന് പുള്ളിക്കാരോട് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് എന്റെ ഏട്ടൻ ഇവിടെ ഇത്രയും വലിയ സ്ഥാനമോ, ഓഹോ, ഏട്ടനൊന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ വരെ പേടിച്ചു വിറച്ച് നിൽക്കുന്നു, അത് കൊള്ളാലോ. അപ്പം ശ്രീകാന്ത് പെട്ടെന്ന് മേടിച്ചു കേട്ടോ, സുധിയുടെ ഫോൺ മേടിച്ചിട്ട് സുധി പറഞ്ഞു അതെ ഇപ്പൊ നീ അവിടെ നിന്ന് കാറൊന്നും മേടിക്കണ്ട, ബുക്ക് ചെയ്യണ്ട, നല്ല ഏതോ ഒരു കമ്പനി കാർ ഇറക്കാനിരിക്കുന്നുണ്ട്, അപ്പൊ അത് ഞാൻ ഉടനെ വരും, അപ്പൊ അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഏതാന്നൊക്കെ പറയാം, ഞാൻ അത് സമയമാകുമ്പോൾ അറിയിക്കാം, നീ ഏതായാലും അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ വർഷയും ശ്രീകാന്തും അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ നമ്മുടെ ശ്രീകാന്തിന് മനസ്സിലായി അവിടെ എന്തോ വലിയൊരാളാണ് സുധി, അതുകൊണ്ടാണ് അവിടെ ഉള്ളവരൊക്കെ സുധി ഇങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ബഹുമാനത്തോടു കൂടി സംസാരിച്ചതൊക്കെയെന്ന്. അങ്ങനെ ശ്രീകാന്ത് വലിയ അതിശയത്തോടു കൂടിയാട്ടോ പോകുന്നത്. കാരണം ഒരിക്കലും നമ്മുടെ സുധിക്ക് ഒരു വിലയും നിലയും ഇല്ലാന്ന് ശ്രീകാന്തിന് അറിയാം. പക്ഷെ ആ ഒരു കമ്പനിയിൽ നമ്മുടെ സുധി വിളിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും പേടിച്ചു പോയി എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര ബഹുമാനം. അപ്പം വർഷ ചോദിക്കുകയും ചെയ്തു, കൊള്ളാലോ സുധിയേട്ടനെ ഇത്ര വലിയ ബഹുമാനം അവർ കൊടുക്കുന്നുണ്ടല്ലോ, ഏതായാലും കൊള്ളാം, നിങ്ങൾ രണ്ടും നല്ല നിങ്ങൾ സഹോദരങ്ങൾ രണ്ടുപേർക്കും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാന്, നിങ്ങളുടെ കൂടെ സച്ചേട്ടൻ മാത്രമാണല്ലോ ഇങ്ങനെയായി പോയത് എന്ന് വീണ്ടും ഇങ്ങനെ സച്ചിനെ കുറിച്ച് കുറ്റം പറയുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട് പക്ഷെ വേണ്ട, പക്ഷേ എന്റെ ഏട്ടൻ പാവാന്ന് എനിക്കറിയാം, ഏട്ടന് ഒത്തിരി വിദ്യാഭ്യാസമൊന്നും ഇല്ല, അതൊക്കെ ശരി, അത് ഏട്ടന്റെ ഓരോ സാഹചര്യത്തിലൂടെ ഏട്ടന് സംഭവിച്ചു പോയതാണ് അതൊക്കെ, അതുകൊണ്ട് ഏട്ടനെ അങ്ങനെ കുറ്റം പറയരുത്, ഏട്ടൻ അങ്ങനെ എടുത്തു ചാടി സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഏട്ടൻ ആരോട് സ്നേഹമില്ലായ്മയൊന്നും ഇല്ല, എല്ലാവരോടും ഏട്ടന് സ്നേഹം തന്നെയാ ഉള്ളത്, ഒരു കാര്യം വരുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകുമെന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പേടിച്ചു പോയില്ലേ, ശ്രുതി വെള്ളം കുടിച്ചു. ശ്രുതി പറഞ്ഞു എന്റെ പൊന്നോ ഇപ്പൊ ഞാൻ പെട്ടുപോയെന്ന ഒരു അവസ്ഥയായി പോയെന്ന് ചോദിച്ചപ്പോ കൂട്ടുകാരൻ ചോദിച്ചു എന്താ പറ്റിയത്, അത് വേറൊന്നുമല്ല, ഇപ്പൊ ഞാൻ പെട്ടുപോയേനെ, ഇപ്പൊ എല്ലാവരും അറിഞ്ഞേനെ ഞാൻ ജോലിയും വേലയും ഇല്ലാതെ ഈ പാർക്കില് തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണെന്ന്. എന്തു പറ്റി, അതെ എന്റെ അനിയനാ വിളിച്ചത്, ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഷോറൂമിൽ ചെന്നു. അല്ല നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിങ്ങൾ നല്ല പടപട ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന കേട്ടല്ലോ. വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാനാ, എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ കല്ല് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെയാടോ ഇപ്പൊ എന്റെ അവസ്ഥ. ഏതുപോലെയാണെങ്കിലും എനിക്ക് വേറെ ഒന്നും അല്ല പറയാനുള്ളത്, എറിയാൻ എറിയുകയോ അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്, പക്ഷെ എനിക്ക് എന്റെ പൈസ വേണം, എനിക്ക് കറക്റ്റ് പൈസ തന്നേക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ തമ്മിലുള്ള ഈ ഒരു
ബന്ധം ഉണ്ടല്ലോ, അത് തരിപ്പണമായി പോകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്ക് തന്നെ ശ്രുതിക്ക് പേടിയാവുന്നുണ്ട്. ആ പൈസ ഇതുവരെ ശ്രുതി സെറ്റാക്കി വെച്ചിട്ടും ഇല്ല. ഇനിയിപ്പം അടുത്ത പൈസ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞ് അഡ്വാൻസ് കൊടുക്കണമല്ലോ ശ്രുതിക്ക്. അപ്പൊ അതിനുവേണ്ടി ഇനി ഉണ്ടാക്കണമല്ലോ. അതിന്റെ തത്രപ്പാടിലാണ് ഇനി നമ്മുടെ ശ്രുതി ഓടാൻ പോകുന്നത്. ഏതായാലും ഈ സമയത്ത് നേരെ ചെല്ലുന്നത് വർഷയും ശ്രീകാന്തും കൂടെ നേരെ വീട്ടിലേക്ക് ചെന്ന് നമ്മുടെ ശ്രുതിയെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല സംസാരിക്കുന്നത് ശ്രുതിയെ കുറിച്ച്. അയ്യോ, ഇത്രയ്ക്കും ഭയങ്കരമായിരുന്നു എന്നൊന്നും ഞങ്ങൾ കരുതിയിരുന്നില്ല. ശ്രുതിയേട്ടൻ അവിടെ നല്ലൊരു സ്ഥാനം തന്നെ ഉണ്ട്, എല്ലാവർക്കും പേടിയാണെന്നൊക്കെ ഇങ്ങനെ പറയാ. അപ്പൊ ശ്രുതിയും വർഷയൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇതൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം അത് ഇന്ന് നമ്മുടെ വിഷയത്തിൽ ഇതിൽ കാണിക്കുന്നില്ല, നമ്മുടെ സീനുകളിൽ കാണിക്കുന്നില്ല, അതൊക്കെ നാളെ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഏതായാലും ഇന്ന് വൈകിട്ട് വരുന്ന പ്രമോ വിശേഷത്തിൽ നമ്മൾ ആ ഒരു സീനൊക്കെ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് നമ്മുടെ നയനുടെയും ആദർശിന്റെയും കഥയാണ് കേട്ടോ. അപ്പൊ അത് ഒരു കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ ഫുൾ വിശേഷം. അപ്പം എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.